അബുദാബിയിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഒരു കുടുംബത്തിലെ 3 കുട്ടികളടക്കം 4 മലയാളികളാണ് മരിച്ചത്. മലപ്പുറം തൃപ്പനച്ചി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മക്കളായ അഷസ്, അമ്മാർ, അയാഷ് എന്നിവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമർമട്ടം സ്വദേശി ബുഷറ എന്നിവരുമാണ് മരിച്ചത്. അബ്ദുൾ ലത്തീഫും ഭാര്യ റുക്സാനയും ചികിത്സയിലാണ്. അബുദാബിയിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അക്ഷയ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അനീഷ, ഇവർ അബുദാബിയിലാണ് താമസം. ഇവർ അബുദാബിയിലെ ലിബ ഫെസ്റ്റിവലിന് പോയി തിരിച്ച് മടങ്ങി വരുന്ന വഴിയിലാണ് അപകടം സംഭവിക്കുന്നത്. ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 3 പേരാണ്. ആ 3 പേരും കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതിൽ 14 വയസ്സുള്ള അഷസ്, അതുപോലെ തന്നെ 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുള്ള അയാഷ് എന്നിങ്ങനെ 3 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അതോടൊപ്പം ഇവരുടെ ആയിയായ ബുഷറ 2 മാസം മുൻപ് അവധി കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഈ ഒരു കുടുംബം കഴിഞ്ഞ 17 വർഷമായി അബുദാബിയിലാണ് താമസം. അതിൽ തന്നെ ഇവരുടെ മാതാപിതാക്കളായിട്ടുള്ള അബ്ദുൾ ലത്തീഫും അതുപോലെ തന്നെ റുക്സാന വടകര സ്വദേശിയാണ്. ഇവർ രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ അബുദാബിയിലെ ആശുപത്രിയിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ 2 മക്കളും ആശുപത്രിയിൽ തുടരുകയാണ്. ഇവർ ലിവ ഫെസ്റ്റിവലിന് പോയി തിരിച്ച് മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ച 4 പേരുടെയും മൃതദേഹം അബുദാബിയിലെ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ UAE തന്നെ സംസ്കാര ചടങ്ങുകളും മറ്റും നടത്താം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ നമ്മൾ. ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് UAE തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അനീഷ, അക്ഷയ്, ഈ മറ്റു 2 പേരുടെ ഗുരുതരാവസ്ഥയിലാണ് ഇവരുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. അപ്പോൾ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അനീഷ, ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു, അബുദാബിയിലെ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ ആശുപത്രികളിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ അങ്ങനെ പുറത്ത് ലഭിക്കുകയില്ല. അതിന് പരിമിതികളുള്ള ഒരു രാജ്യമാണിത്. ഇവരുടെ 2 മക്കളും ആശുപത്രിയിൽ തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ബന്ധുക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അക്ഷയ്, ഇവർ ഇവിടെ അബുദാബിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ കുടുംബമായിരുന്നോ? കഴിഞ്ഞ 17 വർഷമായി അബുദാബിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ഒരു പ്രവാസി കുടുംബം ആണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ അതിൽ മരിച്ച ആയിയായ ബുഷറ കഴിഞ്ഞ 4 വർഷമായി അബുദാബിയിൽ ആയി ജോലി ചെയ്യുകയാണ്. ശരി, അബുദാബിയിലാണ് വാഹനാപകടത്തിൽ 4 പേർ മരിച്ചിരിക്കുന്നത്. 3 പേർ കുട്ടികളാണ്. അവരുടെ ആയുമാണ് മരിച്ചിരിക്കുന്നത്. മറ്റു 2 പേർ, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അക്ഷയ് പേരാവൂരാണ് വിവരങ്ങൾ നൽകിയത്. മദീനയിൽ വാഹനാപകടത്തിൽ മരിച്ച കുടുംബാംഗങ്ങളായ 4 മലപ്പുറം സ്വദേശികളുടെ ഖബറടക്കത്തിനുള്ള നടപടികൾ പൂർത്തിയാകുന്നു. വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീൽ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, മകൻ, മാതാവ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ബന്ധുക്കൾ നാളെ മദീനയിൽ എത്തും. പരിക്കേറ്റവരിൽ മൂത്ത കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതാണ് മലപ്പുറം വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീലും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഷെവർലെ താഹോ കാർ. വെള്ളിയാഴ്ച രാത്രി മദീന കഴിഞ്ഞ് അല്യുത്തുമ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ജലീലിനൊപ്പം ഭാര്യ തസ്ന തോടെങ്ങൽ, മകൻ ആദിൽ, മാതാവ് മൈമുനത്ത് എന്നിവരാണ് മരണപ്പെട്ടത്. വാഹനത്തിൽ ഇവർക്കൊപ്പം ജലീലിന്റെ 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇതിൽ ചെറിയ കുട്ടി ആശുപത്രി വിട്ടു. 2ാമത്തെ കുട്ടി ചികിത്സയിലാണ്. മൂത്തുമകളുടെ നില ഗുരുതരമായി തുടരുന്നതിനിടെ 12 മണിക്കൂറിലേറെ നീണ്ട സർജറി പൂർത്തിയാവുന്നുണ്ട്. 7 മക്കളുള്ള ജലീലിന്റെ മുതിർന്ന മകനടക്കം 3 മക്കൾ നാളെ പുലർച്ചെ മദീനയിലെത്തും. ഭാര്യയുടെ സഹോദരിയും ഭർത്താവും ഇവരെ അനുഗമിക്കുന്നുണ്ട്. ഖബറടക്കത്തിനുള്ള നടപടികൾ KMCCക്ക് കീഴിൽ പൂർത്തിയാക്കുകയാണ്. ഖബറടക്കത്തിന്റെ സ്ഥലവും സമയവും ഇതിനു ശേഷമേ തീരുമാനമാകൂ. മലപ്പുറം വെളിയിൽ സ്വദേശിയായ ജലീൽ ഇപ്പോൾ തിരൂർക്കാടാണ് താമസം. ജിദ്ദയിലുണ്ടായിരുന്ന കുടുംബം എക്സിറ്റിൽ പോയ ശേഷം സന്ദർശക വിസയിലും ഉംറ വിസയിലും എത്തിയതായിരുന്നു. ജോലി ആവശ്യാർത്ഥം ഹായിലിൽ പോയി മടങ്ങുകയായിരുന്നു ജലീൽ. ഇതിനുശേഷം മദീന സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.
വെടിനിർത്തൽ ലംഘിച്ച ഗസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു 15-കാരനും ഉൾപ്പെടും. റഫേൽ യെല്ലോ ലൈനിനോട് ചേർന്ന് കൂടുതൽ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന തകർത്തു. വെടിനിർത്തൽ 3 മാസത്തിലേക്ക് കടക്കാനിരിക്കെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 420ആയി. വെടിനിർത്തൽ 2ാം ഘട്ടം സംബന്ധിച്ച് കാര്യമായ നീക്കമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്ന സൂചന. പ്രതികൂല കാലാവസ്ഥ കാരണം ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. MC നാസറിനോട് വിവരങ്ങൾ നൽകാനായി. നാസർ, വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇത് പുതിയ കാര്യമല്ല. പക്ഷേ ഇന്നിപ്പോൾ 3 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. അതിലൊരു 15-കാരനും കൂടി ഉൾപ്പെടുന്നു. ഇതിനിടെ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതിയൊന്നും ഇല്ല എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നിപ്പോൾ ഗസയിലെ സാഹചര്യം എന്തായിരുന്നു? ഈ വെടിനിർത്തലിനായുള്ള ശ്രമം ഏതെങ്കിലും രീതിയിൽ നടക്കുന്നുണ്ടോ ഇപ്പോൾ? അനീഷ, കഴിഞ്ഞ മാസം 29-നാണ് ഫ്ലോറിഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ വിശദമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. ഏറെക്കുറെ 2ാം ഘട്ട വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയിൽ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിച്ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങളും ഇതിനെ ശരിവെക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതൃത്വവുമായിട്ട് അനൗപചാരിക സ്വഭാവത്തിലുള്ള ചർച്ചകളും മുന്നോട്ട് പോകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ 3 തവണയാണ് ഖാൻ യൂനിസിന് നേരെ വ്യോമാക്രമണം നടന്നത്. 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റതുമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ പ്രതികൂലമായിട്ടുള്ള വലിയ ഈ പ്രകൃതിക്ഷോഭം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അന്തർദേശീയ തലത്തിൽ തന്നെ UN-ന്റെയും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെയും കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനോ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ നേരിടാൻ ഉതകുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും എത്തിക്കാനുള്ള അഭ്യർത്ഥനയും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഗസയിലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ധനക്ഷാമം അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. ആശുപത്രികളിൽ മിക്കതിൻ്റെയും പ്രവർത്തനങ്ങൾ ഏറെക്കുറെ തന്നെ താളം തെറ്റിയ അവസ്ഥയിലാണ്. ഇതൊക്കെ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് നിരവധി തവണ ഈ വെടിനിർത്തൽ വേളയിലും ആക്രമണം നടത്തുകയും വെടിനിർത്തൽ നഗ്നമായി തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തടയിടാൻ പോലും ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ അമേരിക്ക അർത്ഥത്തിലുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്ത് കരുതുന്നുവോ, അവർ എന്ത് പ്ലാൻ ചെയ്യുന്നുവോ അതേ അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് ഈ മാസം തന്നെ വെടിനിർത്തലിന്റെ 2ാം ഘട്ടം നടപ്പാക്കാനുള്ള ഒരു ധാരണയായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായിരുന്നു അമേരിക്കൻ നേതൃത്വം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വെനിസ്വല സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ടും ലാറ്റിൻ അമേരിക്കൻ ആ രാജ്യത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം ഇനി എന്നായിരിക്കും ഈ വെടിനിർത്തലിന്റെ 2ാം ഘട്ടം മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. കാരണം US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിലെത്തുകയും ചർച്ച നടത്തി മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്നൊരു ധാരണയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ വെനിസ്വല സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അത് നീളാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആക്രമണ നടപടികളുമായി കൂടുതൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ഗസ നിവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി തന്നെ തുടരുന്ന ഒരവസ്ഥ കൂടിയായിരിക്കും രൂപപ്പെടാൻ പോകുന്നത്. അനീഷ, നാസർ, ഇന്നിപ്പോൾ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് ഗസയിലും ഖാൻ യൂനിസിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് പിൻവലിക്കണം. കാരണം ഗസയിലെ സാഹചര്യം അതിസങ്കീർണമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലൊന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ് UN സെക്രട്ടറി ജനറൽ പ്രതികരിച്ചത്. പക്ഷേ അതിനോട് ഒരു അനുഭാവപൂർണമായ സമീപനം ഇസ്രായേൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ സൗദി ഉൾപ്പെടെ കൂടുതൽ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. പക്ഷേ റഫ അതിർത്തി ഇപ്പോഴും പൂർണ്ണമായും തുറന്നിട്ടില്ല. അനീഷ, അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ. കാരണം ഒക്ടോബർ 10 നിലവിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ് റഫ അതിർത്തി തുറക്കുകയും. കാരണം ഈ റഫായിലൂടെയാണ് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം സൗകര്യമുള്ളത്. പക്ഷേ ആ പാത ഇപ്പോൾ പോലും അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് ഫ്ലോറിഡയിൽ നിന്ന് തിരിച്ചെത്തിയ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ റഫ അതിർത്തി തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതും നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നു എന്നതല്ലാതെ
കൃത്യമായിട്ടുള്ള ഒരു വിവരവും തങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെന്നാണ് റഫയുടെ മറ്റൊരു അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി ഗസ നിവാസികളുടെ ദുരിതം അവസാനിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റഫ അതിർത്തി തുറക്കുകയും അതിലൂടെ പരമാവധി ഇന്ധനവും വെള്ളവും മരുന്നും ഭക്ഷണവും മറ്റു ഉൽപ്പന്നങ്ങളും എത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീളുകയാണ്. അതിനിടയിലാണ് ഈ 37 അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവും ഇസ്രായേൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഏറെക്കുറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാരിറ്റി സന്നദ്ധ സംഘടനകൾക്കാണ് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നത് ഗസയിലെ ഈ ദുരിതം വളരെ തീക്ഷ്ണമായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക, അതോടുകൂടി ഗസ ഒട്ടും വാസയോഗ്യമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് പലസ്തീനികളെ എത്തിക്കുകയും എന്നിട്ട് തുടർഘട്ടം എന്ന നിലയ്ക്ക് അവരവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഒരു നീക്കമൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ മനസ്സിൽ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ 37 അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഒരു കാരണവും കൂടാതെ തന്നെ അവർക്കുള്ള ലൈസൻസ് കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ സംഘടനകൾക്കൊക്കെയും ഹമാസുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാദമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നേതൃത്വം ഉയർത്തുന്നത്. പക്ഷേ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം യൂറോപ്യൻ രാജ്യങ്ങളും UN-ഉം അതോടൊപ്പം തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട്. കാരണം ഈ സന്നദ്ധ സംഘടനകൾ കൂടി പിൻവാങ്ങുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യയും UAE-യും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും ഗസയിൽ സേവനം നടത്തുന്നത്. പക്ഷേ അത് വളരെ ചുരുങ്ങിയ മനുഷ്യരിലേക്ക് മാത്രമേ എത്തിപ്പെടുകയുള്ളൂ. പൂർണ്ണമായ അർത്ഥത്തിൽ ഗസ നിവാസികൾക്ക് അവരുടെ ദുരിതം അകറ്റണമെങ്കിൽ റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ സംവിധാനങ്ങളും സഹായങ്ങളും എത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനുള്ള ഒരു നീക്കവും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. മധ്യസ്ഥ രാജ്യങ്ങളൊക്കെയും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ തുടരുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഈ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെ നടന്നിരുന്നത്, അല്ലെങ്കിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തീവ്രമായും നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെയും അമേരിക്കയുടെയും ശ്രദ്ധ മുഴുവൻ അത് വെനസ്വേലയിലേക്കാണ്. പ്രസിഡന്റിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാണ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഈ മാസം നടക്കും, അല്ലെങ്കിൽ ഈ മാസം പ്രഖ്യാപിക്കുമെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ആ ചർച്ച ഉൾപ്പെടെ വൈകാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? അനീഷ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായിട്ടിപ്പോൾ അമേരിക്കയുടെ വിദേശകാര്യ നയം എന്നത് അല്ലെങ്കിൽ വിദേശകാര്യ ഇടപെടലുകളൊക്കെ തന്നെ വെനിസ്വേലയുടെ തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയിലേക്ക് ഇത് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവരും വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ 1-2 ആഴ്ചകളെങ്കിലും എടുത്തുകൊണ്ട് മാത്രമേ വെനിസ്വേലയുടെ ഈ തുടർ നീക്കങ്ങളിൽ ഒരു വ്യക്തത വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടിപ്പം അമേരിക്കയുടെ ശ്രദ്ധ വെനിസ്വേലയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും പിന്നെ നിരന്തരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഇറാനിൽ വിലക്കയറ്റത്തിനെതിരെയും ജീവിത പ്രതിസന്ധികൾക്കിടയിലും മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തെ അമർച്ച ചെയ്യുകയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ തങ്ങൾ ഇടപെടുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയിരുന്നു. അതോടുകൂടി വലിയ ശക്തമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ ഇറാനും ഇസ്രായേലും നീങ്ങുകയാണ്. ഇറാനും അമേരിക്കയും നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല ഈ പ്രക്ഷോഭകാരികളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ കുറെ കൂടി ശക്തമായി തന്നെ ഇറാൻ നേതൃത്വം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികൾക്കിടയിൽ ഗസയിലേക്ക് ഇനി എത്ര കണ്ട് അമേരിക്കയുടെ ശ്രദ്ധ ഉണ്ടാകും എന്നതിനെ കൂടി ആശ്രയിച്ചു നിൽക്കുകയാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടർ നീക്കങ്ങൾ എന്നത്. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 3 ഫലസ്തീനികളുടെ മരണം സ്ഥിരീകരിച്ചു. അതിനിടെ വെനസ്വേലയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നീളാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസയിലേക്ക് നിരന്തരം വിമാനങ്ങളിലും കപ്പലുകളിലും ട്രക്കുകളിലുമായി സഹായം എത്തിക്കാൻ സൗദി ഭരണാധികാരികളുടെ ഉത്തരവ്. ശൈത്യകാലത്തിന് പിന്നാലെ ദുരിതം വർദ്ധിച്ചതോടെയാണ് തീരുമാനം. ഫലസ്തീൻ സൗദിയുടെ ഹൃദയത്തിൽ തന്നെ തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സൗദി റിലീഫ് കേന്ദ്ര മേധാവി പറഞ്ഞു. ഇന്നു മുതൽ ഗസയിലേക്ക് സഹായം വർദ്ധിക്കും. സൽമാൻ രാജാവും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമാണ് ഗസയിലേക്ക് എയർബ്രിഡ്ജ് സ്ഥാപിക്കാൻ ഉത്തരവിട്ടത്.
ഇതോടെ വിമാനങ്ങളിലും കപ്പലുകളിലും റഫ അതിർത്തി വഴി ട്രക്കുകളും ഗസയിലേക്ക് നീങ്ങും. ഭക്ഷണം, മരുന്നുകൾ, പാർപ്പിട സൗകര്യങ്ങൾ എന്നിവ അയക്കുന്നത് വർദ്ധിപ്പിക്കും. ഫലസ്തീൻ ജനതയെ സഹായിക്കാനായി ജനങ്ങളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫലസ്തീന്റെ പ്രശ്നങ്ങൾ എപ്പോഴും സൗദി നേതൃത്വത്തിന്റെയും ജനതയുടെയും ഹൃദയത്തോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് കിങ് സൽമാൻ റിലീഫ് കേന്ദ്രം ജനറൽ സൂപ്പർവൈസർ ഡോക്ടർ അബ്ദുള്ള അൽ റബിയ പറഞ്ഞു. കേന്ദ്രത്തിന് കീഴിലായിരിക്കും നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുക. ഇസ്രായേൽ വംശഹത്യ മുതൽ ഇതുവരെ 77 വിമാനങ്ങളും 8 കപ്പലുകളും 912 ട്രക്കുകളുമാണ് സൗദി ഗസയിലേക്ക് അയച്ചത്. ഭക്ഷണം, മരുന്ന്, താമസ സാമഗ്രികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിക്ക് 20 ആംബുലൻസുകളും കൈമാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് $90.35 മില്യൺ മൂല്യമുള്ള റിലീഫ് പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കിയത്. വരും ദിനങ്ങളിൽ ശൈത്യകാല ദുരിതം തീർക്കാൻ അടിയന്തര സഹായവും വർദ്ധിപ്പിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വടക്കൻ ഗസയിലെ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആശുപത്രിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. ഖത്തർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണിത്. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും ഭിന്നശേഷിക്കാർക്കുമാണ് ഇവിടെ ചികിത്സ നൽകുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ മാസങ്ങൾ അടച്ചിട്ട ശേഷമാണ് ആശുപത്രി വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നത്. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. വടക്കൻ ഗസയിൽ CT സ്കാനർ സംവിധാനമുള്ള ഏക ചികിത്സാ കേന്ദ്രമാണിത്. പ്രോസ്തറ്റിക്സ്, ഓഡിയോളജി ആൻഡ് ബാലൻസ്, ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളും സജ്ജമായി. ഖത്തർ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം അൽ മിസ്നദാണ് ആശുപത്രി സേവനം പുനരാരംഭിച്ചതായി അറിയിച്ചത്. ഗസയോട് ഐക്യദാർഢ്യപ്പെടേണ്ടത് ആവശ്യമാണെന്നും മനുഷ്യത്വം ഉത്തരവാദിത്തമാണ് എന്നും സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അവർ വ്യക്തമാക്കി. യുദ്ധത്തിന്റെ കടുത്ത വെല്ലുവിളികൾക്കിടയിലാണ് ആശുപത്രിയുടെ സേവനം പുനരാരംഭിക്കുന്നതെന്ന് ഹോസ്പിറ്റൽ ചെയർമാൻ ഫഹദ് അഹമ്മദ് അൽ സുലൈഥി പറഞ്ഞു. പ്രവർത്തനം തുടങ്ങിയ 2019 ഏപ്രിൽ മുതൽ 2025 ഒക്ടോബർ വരെ 52,000 പേർക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ 100 പേർക്ക് കൃത്രിമ അവയവങ്ങൾ നൽകി. 9,000 പേർക്ക് ഓഡിയോളജി സേവനവും ലഭ്യമാക്കി. മീഡിയ 1, ദോഹ. യുകെയുടെ ഭൂരിഭാഗം മേഖലകളിലും വരും ദിവസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉയർന്ന പ്രദേശങ്ങളിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. വെസ്റ്റ് മിഡ്ലാൻഡ്സ്, പീറ്റർബറോ, നോട്ടിഹാം, മാഞ്ചസ്റ്റർ, ന്യൂകാസിൽ, നോർത്ത് വെയിൽസിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ശൈത്യകാല കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്നാണ് മഞ്ഞിനുള്ള യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ഞുവീഴ്ചയിൽ വൈദ്യുതി, മൊബൈൽ ഫോൺ സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരു ദിവസം മുഴുവൻ മഞ്ഞ് നീണ്ടു നിൽക്കുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ യാത്രാ ദുരിതങ്ങളും നേരിടേണ്ടി വരുമെന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. മഴ, ആലിപ്പഴ വീഴ്ച എന്നിവയോടെയാകും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത. ഉയർന്ന പ്രദേശങ്ങളിൽ താപനില 3 മുതൽ 5 വരെ ഡിഗ്രിയായി തുടരും. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് UK ആരോഗ്യ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രായമുള്ളവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവരും കൂടുതൽ കരുതലെടുക്കണമെന്നും ഏജൻസി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലും UKയിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. UKയിൽ നിന്നും നിസാർ അലിയാർ, മീഡിയ 1. മത്സ്യബന്ധന നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ഒമാൻ. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗത്തിനായി ബോധവൽക്കരണവും നിരീക്ഷണവും ശക്തമാക്കും. നിയമം ലംഘിച്ചാൽ പിഴയൊടുക്കേണ്ടി വരും. ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതിയുടെ സമതുലിതാവസ്ഥ എന്നിവ ഉറപ്പാക്കുന്നതിനായാണ് അധികൃതർ മത്സ്യബന്ധന ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത്. ഇതിനൊപ്പം നിരീക്ഷണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നുണ്ട്. മത്സ്യബന്ധന ഉപകരണങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നതിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് മന്ത്രാലയം നൽകും. ചില വലകളുടെ തെറ്റായ ഉപയോഗം ചെറു മത്സ്യങ്ങളും മറ്റു സമുദ്രജീവികളും വലയിലകപ്പെടാൻ കാരണമാകും. ഇതിലൂന്നിയാണ് വലകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നത്. പരമ്പരാഗത വലകൾ നിശ്ചിത സീസണിലും നിശ്ചിത സ്ഥലങ്ങളിലും മാത്രമേ ഉപയോഗിക്കാനാവൂ. ഓരോ മത്സ്യബന്ധന രീതിക്കും പ്രത്യേക നിയമങ്ങളും ലൈസൻസുകളും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ചില വലകൾക്ക് നിരോധനവുമുണ്ട്. പവിഴപ്പുറ്റുകൾ പോലുള്ള പ്രധാന സമുദ്ര മേഖലകളിൽ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ചാൽ പിഴ, വലകളും ബോട്ടുകളും പിടിച്ചെടുക്കൽ, ലൈസൻസ് റദ്ദാക്കൽ എന്നിവയിലേക്ക് കടക്കും. ഇലക്ട്രോണിക് ട്രാക്കിംഗ് സംവിധാനം വഴി ബോട്ടുകളുടെ നീക്കം നിരീക്ഷിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡും പരിസ്ഥിതി വകുപ്പും ചേർന്ന് അനധികൃത മത്സ്യബന്ധനം തടയുന്നത് കൂടുതൽ കർശനമാക്കുകയും ചെയ്യും. മീഡിയ 1, മസ്കത്ത്.
സൗദി എയർലൈൻസിന്റെ കോഴിക്കോട് സർവീസിന് അടുത്ത മാസം തുടക്കമാകും. ഫെബ്രുവരി 3 മുതലായിരിക്കും റിയാദിൽ നിന്നും സേവനം ആരംഭിക്കുക. നേരത്തെയും കമ്പനിയുടെ വെബ്സൈറ്റുകളിൽ യാത്രാ തീയതികൾ ലഭ്യമായിരുന്നുവെങ്കിലും സർവീസുകൾ ആരംഭിച്ചിരുന്നില്ല. സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈനാണ് റിയാദിൽ നിന്നും കോഴിക്കോട് കരിപ്പൂരിലേക്ക് സേവനം നൽകുക. ഫെബ്രുവരി 3 മുതലായിരിക്കും സർവീസ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് എയർബസ് 320 എന്ന വിമാനം സേവനം നൽകുക. പുലർച്ചെ 1:20 റിയാദിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 8:35 കോഴിക്കോട് ലാൻഡ് ചെയ്യും. തിരിച്ച് രാവിലെ 9:45 കോഴിക്കോട് നിന്നും തുടങ്ങുന്ന സേവനം 12:50 റിയാദിൽ അവസാനിക്കും. 20 ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളും 168 ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റുകളുമാണ് വിമാനത്തിലുണ്ടാവുക. 677 റിയാലാണ് നിലവിലെ ഇക്കണോമിക് ടിക്കറ്റ് നിരക്ക്. ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ 2400 റിയാലാണ് നിലവിലെ നിരക്ക്. നേരത്തെയും പലതവണ സർവീസിനായുള്ള ബുക്കിംഗ് ഓൺലൈനിൽ ആരംഭിച്ചിരുന്നെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തത് കാരണം കരിപ്പൂരിലേക്ക് സേവനം ആരംഭിച്ചിരുന്നില്ല. പുതിയ സർവീസുകൾ സംബന്ധിച്ച് ടിക്കറ്റുകളും വിശദാംശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. പുതുവത്സര അവധിക്കാലത്ത് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. 3 ദിവസങ്ങളിലായി 1033 വിമാനങ്ങളിലായി 1,54,000 പേർ യാത്ര ചെയ്തു. ലോകത്തിന്റെ സാമ്പത്തിക വിനോദസഞ്ചാര തലസ്ഥാനമായി ദുബായിയെ മാറ്റിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ദുബായ് ഭരണാധികാരിയായി 2 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. 2006 ജനുവരി 4 അദ്ദേഹം അധികാരമേറ്റത്. 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകം ആ ഭരണ മികവിനെ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. 2006 ജനുവരി 4 സഹോദരൻ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ഭരണാധികാരിയായി ചുമതലയേറ്റത്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് അതിജീവനത്തിന്റെയും പുരോഗതിയുടെയും മാതൃകയായി അദ്ദേഹം ദുബൈയെ വളർത്തി. ബുർജ് ഖലീഫയും എക്സ്പോ 2020 ഉൾപ്പെടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ അടയാളങ്ങളാണ്. ഭരണത്തിനപ്പുറം കാരുണ്യത്തിന്റെ മുഖം കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് വഴി ലോകമെമ്പാടും അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളും ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തണലാകുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭരണാധികാരി എന്ന നിലയിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും അദ്ദേഹം ഒരുപോലെ പ്രിയങ്കരനാണ്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ നൂതന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെ ലോകത്ത് ജീവിക്കാനും ജോലി ചെയ്യാനും ഏറ്റവും മികച്ച ഇടമായി ദുബായ് ഇന്ന് മാറി. വിവിധ സൂചികകളിൽ ആ മാറ്റം കൃത്യമായി കാണാം. 2 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ്. മീഡിയ 1, ദുബായ്. ബഹ്റൈനിൽ ബാങ്ക് ATM സ്ഫോടനത്തിലൂടെ തകർക്കാൻ ശ്രമം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചായിരുന്നു സ്ഫോടന ശ്രമം. 2 പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പ്രതികളുടെ പദ്ധതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അൽ നഈമിലെ ബാങ്ക് ATM ആണ് സ്ഫോടനത്തിലൂടെ തകർക്കാൻ ശ്രമം നടന്നത്. പിന്നിൽ പ്രവർത്തിച്ച 19ഉം 23ഉം വയസ്സുള്ള പ്രതികളെ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഹസൻ അബ്ദുൽ കരീം, അലി അബ്ദുൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത്. ബഹ്റൈനിലെ ഒരു ദേശീയ ബാങ്കിന്റെ ATMന് നേരെയാണ് പ്രതികൾ സ്ഫോടനം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രതിയായ ഹസൻ അബ്ദുൽ കരീം ആദ്യം ATMനുള്ളിൽ പ്രവേശിച്ച ശേഷം പെട്രോൾ പോലെയുള്ള കത്താൻ സഹായിക്കുന്ന ഒരു ദ്രാവകം ഒഴിക്കുകയായിരുന്നു. ശേഷം സ്ഫോടനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു ഗ്യാസ് സിലിണ്ടർ ATMനുള്ളിൽ കൊണ്ടുവച്ചു. ഇതിനു പിന്നാലെയാണ് തീ കൊളുത്തിയത്. കൂട്ടുപ്രതിയായ അലി സംഭവത്തിന് മുൻപായി സ്ഥലത്തെത്തി സാഹചര്യം പരിശോധിക്കുകയും കുറ്റകൃത്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഹസന് വാങ്ങി നൽകുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം നടത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികൾ സംഭവശേഷം സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1, ബഹ്റൈൻ. ഒമാനിലെ വിനോദസഞ്ചാര മേഖലയിൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഉണ്ടായത് വൻ കുതിപ്പ്. യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 23% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനയുണ്ട്. സുൽത്താനേറ്റിലെ ഹോട്ടൽ വരുമാനത്തിലുണ്ടായത് 21.4% വളർച്ചയാണ്. ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി ഒമാൻ തുടരുകയാണ്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് വലിയ അളവിൽ ഒമാനിലേക്ക് ടൂറിസ്റ്റുകൾ എത്തിയത്. യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 23% വർധനവാണ് കാണിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 7.4% വർധന ഉണ്ടായിട്ടുണ്ട്. ഏഷ്യയിൽ നിന്നുള്ള അതിഥികളുടെ എണ്ണം 10% വർദ്ധിച്ചു. അതിഥികളുടെ എണ്ണത്തിലുണ്ടായ വർധന ഹോട്ടൽ വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. 2025 നവംബർ അവസാനത്തോടെ ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം 21.4% വർദ്ധിച്ചത്. ഹോട്ടലുകളിൽ താമസിച്ച അതിഥികളുടെ എണ്ണത്തിൽ 10.9% വർധനമാണ് രേഖപ്പെടുത്തുന്നത്. 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ
21,39,300 പേരാണ് ഈ കാലയളവിൽ താമസിച്ചത്. മീഡിയ 1, മസ്കത്ത്. നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി ഒമാനിലെ മലയാളി വിദ്യാർത്ഥി ഇലാൻ ഷഫീഖ്. അസമിലെ ഗുവാഹത്തിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 9 കാറ്റഗറിയിലാണ് ബൌഷർ ഇന്ത്യൻ സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇലാന്റെ നേട്ടം. ഒമാനിൽ നിന്നും ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത്. സർസാജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന 14ാമത് ഇന്ത്യൻ നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 9 കാറ്റഗറിയിലാണ് നേട്ടം. ചാമ്പ്യൻഷിപ്പിൽ 9 മത്സരങ്ങളിൽ 7 മത്സരങ്ങളിൽ ജയിക്കുകയും 2 മത്സരത്തിൽ സമനില നേടിയും 8 പോയിന്റുകളാണ് ഇലാൻ നേടിയത്. ഇന്ത്യയിൽ നിന്നുള്ള 28 സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഒമാനിൽ നിന്നും ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത്. മസ്കത്ത് വിമാനത്താവളത്തിലെത്തിയ ഇലാൻ ഷഫീഖിനെ അധ്യാപകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. സ്കൂൾ ചെസ് കോച്ചും ചെസ് മാസ്റ്റർ അക്കാദമി കോച്ചുമായ ഈജിപ്തിൽ നിന്നുള്ള മെഗ്തിയുടെ പരിശീലനമാണ് ഇലാൻ ഷഫീഖിന്റെ നേട്ടത്തിന് പിന്നിൽ. Happy to see Ilan, the best player and winner of school national under 9 in India. It was big achievement. It's the first time here in Oman one player won this tournament. Also from around 1 month, he is the youngest player who won classic tournament here in Oman. ഒമാനിൽ 8 രാജ്യങ്ങളിൽ നിന്നുള്ള 54 കളിക്കാരുമായി നടന്ന ഫെഡറേറ്റഡ് ക്ലാസിക്കൽ ഓപ്പൺ ടൂർണമെന്റിൽ വിജയിച്ച് ഒമാന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്ലാസിക്കൽ ഫെഡറേറ്റഡ് ചാമ്പ്യനായിരുന്നു ഇലാൻ. തൃശൂർ ചക്കാനത്ത് സ്വദേശിയായ ഷെഫീഖ് നജീഷ ദമ്പതികളുടെ മകനാണ്. ഇലാൻ. മീഡിയ 1, മസ്കത്ത്. ഗായിക ചിത്ര അയ്യരുടെ സഹോദരി ശാരദ അയ്യർ ഒമാനിൽ ട്രക്കിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ചു. വടക്കൻ ദാഖിലിയ ഗവർണറേറ്റിലെ ബഹ്ലയിൽ ജബൽ ഷംസിൽ ട്രക്കിംഗ് നടത്തുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് മരണം. ഒമാൻ എയർ മുൻ മാനേജറായ ശാരദ മസ്കത്തിലായിരുന്നു താമസം. കഴിഞ്ഞ മാസം പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് നാട്ടിൽ പോയ ശാരദ കഴിഞ്ഞ 24-നാണ് ഒമാനിൽ തിരിച്ചെത്തിയത്. ദുബായ് ഊതുമേത്ത അൽ അസൈൽ സ്ട്രീറ്റ് വികസനം 60% പൂർത്തിയായതായി RTA. ഷെയ്ഖ് റാഷിദ് കോറിഡോർ വികസനത്തിന്റെ ഭാഗമായാണ് പദ്ധതി. 4.3 കിലോമീറ്റർ പാലങ്ങളും 14 കിലോമീറ്റർ റോഡുകളും ഉൾപ്പെടുന്നതാണ് വികസനം. ദുബായ് നഗരത്തിലെ ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റത്തിന് കാരണമാകുന്ന ഊതുമേത്ത അൽ അസൈൽ സ്ട്രീറ്റ് വികസന പദ്ധതിയാണ് പകുതി പിന്നിട്ടത്. അൽ അസൈൽ സ്ട്രീറ്റിനും അൽക്കേൽ റോഡിനുമിടയിൽ അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴിയുള്ള ഗതാഗതം മെച്ചപ്പെടാൻ പദ്ധതി ഉപകരിക്കും. അതോടൊപ്പം ഊതുമേത്ത റോഡിലേക്കും അൽവാസൽ ക്ലബ് സ്ട്രീറ്റിലേക്കും പ്രത്യേക എക്സിറ്റും പദ്ധതിയിൽ രൂപപ്പെടും. 2030 പദ്ധതി 4.2 ലക്ഷത്തിലധികം താമസക്കാർക്ക് സഹായകരമാകുമെന്നാണ് RTA കണക്കാക്കുന്നത്. ദുബായ് അല്ലൈൻ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റിലേക്കുള്ള ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്ന തുരങ്കത്തിന്റെ നിർമ്മാണം 60% പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം 3ാം പാദത്തിൽ തുറക്കാൻ പോകുന്ന റോഡിന്റെ വീതി കൂട്ടലും അനുബന്ധ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഊതുമേത്ത റോഡിന്റെ ശേഷി ഇരുദിശകളിലേക്കും മണിക്കൂറിൽ 10,000-ലധികം വാഹനങ്ങൾ എന്നത് മണിക്കൂറിൽ 15,000-ലധികം വാഹനങ്ങളായി വർദ്ധിക്കും. യാത്രാ സമയം 20 മിനിറ്റിൽ നിന്ന് വെറും 5 മിനിറ്റായി കുറയുകയും 75% പുരോഗതി കൈവരിക്കുകയും ചെയ്യുമെന്നാണ് RTA അറിയിക്കുന്നത്. മീഡിയ 1, ദുബായ്. കടലിന്റെ കാറ്റിനൊപ്പം ചരിത്രവും വളർച്ചയും പങ്കിടുന്ന ഒരു തീരനഗരമുണ്ട്, ഫഹാഹിൽ. ഒരിക്കൽ മത്സ്യബന്ധനത്തിനും തീരജീവിതത്തിനും പേരുകേട്ട ഈ പ്രദേശം ഇന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബ നഗരമായി മാറിയിരിക്കുകയാണ്. കുവൈത്തിലെ തെക്കൻ തീരത്തുള്ള നഗരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മത്സ്യബന്ധനത്തിനും കൃഷിക്കും പേരുകേട്ട ഒരു തീരഗ്രാമമായിരുന്നു ഫഹാഹിൽ. ഫഹാഹിൽ എന്ന പേര് അറബി വാക്കായ ഫഹൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു. ശക്തമായ പനമരം എന്നാണ് അതിന്റെ അർത്ഥം. പനമരങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാലാണ് ആ പേര് ലഭിച്ചതെന്ന് ചരിത്രം പറയുന്നു. ശുദ്ധജലം ലഭ്യമായതിനാൽ കൃഷിയും മത്സ്യബന്ധനവും ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പുലരിയുടെ തിരമാലയോടൊപ്പം കടലിലേക്ക് പോകുന്ന ബോട്ടുകളും തീരത്ത് മത്സ്യം വിൽക്കുന്നവരുടെയും പാട്ടുകളുമായിരുന്നു അന്നത്തെ ജീവിതം. 1920-ൽ ജഹറ യുദ്ധത്തിനു ശേഷം ഗ്രാമത്തെ സംരക്ഷിക്കുവാൻ ഷെയ്ഖ് സാലിം അൽ മുബാറക്ക സബാഹ് മതിലും കാവൽ ഗോപുരങ്ങളും പണിതു. അന്ന് ഫഹാഹിൽ കുവൈത്തിന്റെ തെക്കൻ കവാടം എന്നാണ് അറിയപ്പെട്ടത്. 1950-കളിൽ കുവൈത്തിൽ എണ്ണ കണ്ടെത്തിയതോടെ അടുത്തുള്ള അഹമ്മദി മേഖലയിലെ തൊഴിലാളികൾ ഫഹാഹിലിൽ താമസിക്കുവാൻ തുടങ്ങി. അതാണ് ഈ പ്രദേശം നഗരമായി മാറുവാനുള്ള തുടക്കം. ഞാൻ 76 മുതൽ ഈ കുവൈത്തിലുണ്ട്. അന്ന് സിറ്റിയിൽ നിന്ന് ഫാഹിലിലേക്ക് വരണമെങ്കിൽ
ഒരു സിംഗിൾ റോഡാണ്. ആ റോഡിൽ ഒരു വാഹനം മാത്രമേ പോവുള്ളൂ. പക്ഷേ രണ്ട് ഭാഗത്തും വാഹനം വരുമ്പോൾ ഒരു ടയർ റോഡിലും ഒരു ടയർ പൂഴിയിലുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ വളരെ ചുരുക്കം ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മലയാളികളെ കാണണമെങ്കിൽ അന്ന് ഫാഹിലിൽ വളരെ വളരെ അപൂർവമാണ്. അന്ന് 2 ഷോപ്പാണ് ഫാഹിലിൽ മലയാളികളെ ഷോപ്പായിട്ടുള്ളത്. ഒന്ന് സഭ സ്റ്റോർ, ഒന്ന് സഭ ബേക്കറി. ഈ 2 സ്ഥലത്തേ മലയാളികളായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അറബികളും മറ്റുള്ളവരിലായിട്ട് ചെറിയ വീടുകളാണ്. ഇന്ന് കാണുന്ന മാതിരിയുള്ള വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാലം മാറി. മത്സ്യഗ്രാമമായിരുന്ന ഈ തീരം ഇന്ന് വളർന്ന് കുവൈത്തിലെ സജീവ നഗരങ്ങളിലൊന്നായി. കൈസറിയ മറ്റെല്ലാ കാര്യങ്ങൾക്കും മൊബൈൽ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് ഷോപ്പ് എന്നീ കാര്യങ്ങളിലൊക്കെ മലയാളികൾ, വാച്ച് എന്ന് പറയുന്ന എല്ലാ ഫർദ എന്നൊക്കെ പറയുന്ന ഈ ബിസിനസ് രംഗത്ത് മലയാളികൾ കടന്നു വരികയും അവരുടെ ഒരു വിശ്വാസമാണ് മലയാളികളെ ഇതിലേക്ക് അടുപ്പിച്ചതും. അതുപോലെ തന്നെ ചെറുകിട ഹോട്ടലുകൾ, സാൻഡ്വിച്ച് കടകൾ എല്ലാം മലയാളികളാണ്. ഫാഹിലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മറ്റുള്ള ഏരിയകളെ അപേക്ഷിച്ചിട്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഫഹായിൽ. പഴയ ഫിഷ് മാർക്കറ്റിന്റെ ഗന്ധത്തോടൊപ്പം അൽകൂത്ത് മാളിന്റെ തിളക്കവും ചേർന്ന് ഫഹായിൽ നിന്ന് കടലിനെയും നഗരത്തെയും ഒരുമിപ്പിക്കുന്ന മുഖമായി. കൈസരിയയും പയോസൂക്കും ചേർന്ന ഫഹായിൽ മാർക്കറ്റുകളിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ഇന്ന് ഉപജീവനം തുടരുന്നു. ഈ കൈസരി സൂക്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മലയാളികളാണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന പല മലയാളികൾ, കോഴിക്കോട്ടിൽ പല ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാർ തന്നെ പല എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഫോണിലായാലും വാച്ചിലായിട്ടും റെഡിമെയ്ഡ് ഷോപ്പിലായിട്ടും ചെരുപ്പിലായിട്ടും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ. എല്ലാവർക്കും നമ്മുടെ അഭിപ്രായം നമ്മൾ പരസ്പരം നല്ല ഐക്യത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. രാജ്യത്തെ മറ്റു നഗരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇവിടെ. രാത്രികൾ പകലാകുന്ന സുന്ദരമായ നഗരം. വെള്ളിയാഴ്ചകളിൽ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ചെരിയാലെ നിറയുന്ന നഗരം. ഞാനിവിടെ കഴിഞ്ഞ 18 വർഷമായിട്ട് ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ നിൽക്കുന്നതിലെ ഒരു കാരണം നമ്മുടെ സ്കൂള്, അതുപോലെ മക്കളെ മദ്രസ, അതുമായി ബന്ധപ്പെട്ട നിരവധി ഷോപ്പുകൾ, നമുക്ക് ഇവിടെ നമ്മുടെ ജീവിത വിഷയങ്ങളും അതുപോലെ നമ്മളെ പർച്ചേസ് കാര്യങ്ങൾ നമുക്കൊരു ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ് ഫാഹിൽ. അതാണ് ഇന്നത്തെ ഫഹായിൽ. കടൽക്കാറ്റിൽ നാടിന്റെ ചൂട് തേടി പ്രതിദിനം ഇവിടെ എത്തുന്നവർ 100 കണക്കിനാണ്. ചായക്കടകളിൽ മലയാള ഭാഷയും തീരത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൻ ഓർമ്മയും നിറയുന്നു. വൈകിട്ട് ഒത്തുകൂടുന്ന മലയാളികളും മറ്റു പ്രവാസികളും കായിക രംഗത്തും ഇവിടെ സജീവമാണ്. ഫഹായിലും പരിസരത്തുമായി നിരവധി ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇൻഡോർ കോർട്ടുകൾ മലയാളികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ മത്സ്യഗ്രാമമായിരുന്ന ഫഹായിൽ ഇന്ന് കടലിന്റെ താളത്തോടൊപ്പം മുന്നേറുന്ന ജീവിത നഗരമായി മാറിയിരിക്കുന്നു. കടലിന്റെ ചൂടും ജീവിതത്തിന്റെ ശബ്ദവുമായ തീര നഗരമാണ് ഫഹായിൽ. ഫഹായിൽ നിന്നും സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ക്ഷേത്ര ജനുവരി 9 റീഗൻസി ഹാളിലാണ് പരിപാടി. 100 കണക്കിന് കലാകാരന്മാർ ആഘോഷത്തിൽ അണിനിരക്കും. വാദ്യകലാകേസരി ചെറുതാഴം ചന്ദ്രൻ, വാദ്യശ്രേഷ്ഠ കലാമണ്ഡലം ശിവദാസ് ചെറുതാഴം തുടങ്ങിയവർ അണിനിരക്കുന്ന പാണ്ഡിമേളം, വയലിനിസ്റ്റ് ഗംഗാ ശശിധരന്റെ പരിപാടി എന്നിവയാണ് ആഘോഷത്തിൽ പ്രധാനപ്പെട്ടത്. കലാക്ഷേത്രയിൽ മികവ് തെളിയിച്ച ചെണ്ട കലാകാരന്മാരുടെ അരങ്ങേറ്റവും ഉണ്ടാകും. ക്ലാസിക്കൽ, സിനിമാറ്റിക് നൃത്ത പ്രകടനങ്ങളും നടക്കും. സംഗീതത്തിലും നൃത്തത്തിലും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2010 കലാക്ഷേത്ര സ്ഥാപിതമായത്. വാർത്താസമ്മേളനത്തിൽ സ്ഥാപന ഭാരവാഹികളായ സരിത സന്തോഷ്, സുനിൽ കുമാർ, മഞ്ജുഷ ഉല്ലാസ്, അജീഷ് പുതിയടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. കുവൈത്തിൽ നിന്ന് അബുദാബി വഴി കോഴിക്കോട്ടേക്ക് തിരിച്ച യാത്രക്കാർ അബുദാബി വിമാനത്താവളത്തിൽ വലഞ്ഞു. അബുദാബിയിൽ നിന്നുള്ള എയർ അറേബ്യ കണക്ഷൻ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെ യാത്രക്കാർ വിമാനത്തിൽ ചെലവഴിച്ചത് മണിക്കൂറുകളാണ്. തുടർന്ന് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ നാട്ടിലേക്ക് അയച്ചു. ഞായറാഴ്ച രാവിലെ 10:30 കുവൈത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം അബുദാബിയിൽ കൃത്യസമയത്ത് എത്തിയിരുന്നു. തുടർന്ന് അബുദാബിയിൽ നിന്ന് 2:30 കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ യാത്രക്കാർ കയറി. എന്നാൽ 1 മണിക്കൂറിലേറെ സമയം പിന്നിട്ടിട്ടും വിമാനം പുറപ്പെട്ടിട്ടില്ല. ഒടുവിൽ സാങ്കേതിക പ്രശ്നമാണെന്നാണ് യാത്രക്കാരെ അറിയിച്ചത്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളംബരം ചെയ്യുന്ന ഭാരത് ഉത്സവ് ഇന്ത്യ ഫെസ്റ്റിവൽ ആഘോഷ പരിപാടി പ്രഖ്യാപിച്ച് ഖത്തർ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ. ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചാണ് ആഘോഷം. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നത് കൂടിയാകും ഫെസ്റ്റിവൽ.
ജനുവരി 22, 23 തീയതികളിൽ അബുഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഭാരത് ഉത്സവ് അരങ്ങേറുക. വൈകിട്ട് 4 മുതൽ 11 മണി വരെയാണ് ആഘോഷ പരിപാടികൾ. പിന്നണി ഗായകൻ ശ്രീനിവാസും സംഘവും നയിക്കുന്ന തത്സമയ സംഗീത നിശയാണ് ആഘോഷത്തിൽ പ്രധാനപ്പെട്ടത്. ഭാരത് ഉത്സവിന്റെ ആദ്യ ദിവസം ICC സ്റ്റാർ സിംഗർ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കും. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഫെസ്റ്റിവൽ എന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ പറഞ്ഞു. So every year these days Indian Cultural Center, which is under the aegis of the Indian Embassy, has been organizing large festivals celebrating the diverse aspects of Indian culture. And that event, Bharat Utsav, is being held on 22 and 23 of January this year. And surely this will reconnect all Indians who are here in Qatar with the support of the government and leadership of Qatar to their roots. The socio-cultural events are very important in this regard. It will showcase Indian music, Indian dances, Indian cuisine, Indian handicrafts and many other things. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തെ അടയാളപ്പെടുത്തുന്നതാകും മേളയെന്ന് ICC പ്രസിഡന്റ് AP മണികണ്ഠൻ പ്രതികരിച്ചു. ഒരു വലിയ കൾച്ചറൽ പരേഡ്, ഇന്ത്യൻ കൾച്ചർ ഓരോ സംസ്ഥാനത്തിൻ്റെയും വ്യത്യാസങ്ങളെ, വൈവിധ്യങ്ങളെ എടുത്തു കാണിക്കുന്ന വലിയ കൾച്ചറൽ പരേഡ് അവിടെ ഗ്രൗണ്ടിൽ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കറിയാം ICCയുടെ എല്ലാ പരിപാടിക്കും ഖത്തറി ഡിഗ്നിറ്റീസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡായിട്ടുള്ള ഖത്തറി ഡിഗ്നിറ്റീസ് എത്തും. വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരുണ്ടാകും. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ശ്രീനിവാസിൻ്റെ ഒരു വലിയ ടീം, ഇന്ത്യയിൽ നിന്ന് വരുന്ന ടീമിൻ്റെ ഒരു വലിയ മെഗാ മ്യൂസിക് പ്രോഗ്രാമും അവിടെ നടക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ ഫെസ്റ്റിവലിൽ അരങ്ങേറും. സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. വിവിധ സംസ്ഥാനങ്ങളുടെ പവലിയനുകളും കരകൗശല ആഭരണ സ്റ്റാളുകളും ഉണ്ടാകും. രുചി വൈവിധ്യം പരിചയപ്പെടുത്തുന്ന ഭക്ഷണ സ്റ്റാളുകളും മേളയിൽ ഒരുക്കുന്നുണ്ട്. മീഡിയ 1 ദോഹ. കുവൈത്തിൽ താപനില കുറയുന്നു. ഇന്നലെ രാത്രി മുതൽ സജീവമായ കാറ്റും തണുപ്പും അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രദേശങ്ങളിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസിൽ വരെ താഴുമെന്നും അറിയിച്ചു. കുറഞ്ഞ താപനില 1 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും മുന്നറിയിപ്പ്. ഊർജ്ജ സഹകരണത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ച ഖത്തറും ഈജിപ്തും. 2026 ഖത്തർ എനർജിയിൽ നിന്ന് 24 LNG കാർഗോകൾ വാങ്ങുന്ന കരാറിലാണ് ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. ഖത്തർ എനർജി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖത്തർ ഊർജ്ജ സഹമന്ത്രി സഅദ് ഷരീദ അൽ കബി, ഈജിപ്ത് പെട്രോളിയം മന്ത്രി കരീം ബദാവി എന്നിവർ പങ്കെടുത്തു.